സോ മണിപ്പൂരിലെ കലാപം പ്രശ്നങ്ങൾ തുടങ്ങുന്നത് മണിപ്പൂരിലെ ഭൂമിക്ക് വേണ്ടിയായിരുന്നു. 1949 മണിപ്പൂർ ഇന്ത്യയിലേക്ക് ചേർന്നു. പക്ഷേ വിഭജനം മാറിയില്ല. വാലിയിൽ മെയ്തികൾക്കായിരുന്നു പവർ, ഹിൽസിൽ ട്രൈബൽസിനായിരുന്നു കൺട്രോൾ. ഇതിൽ നിന്നായിരുന്നു തുടക്കം. ഹിൽസ് ട്രൈബൽസിന് മാത്രം ഭൂമി വാങ്ങാം. വാലിയിലെ ആൾക്കാർക്ക് ഹിൽസിലേക്ക് പോകാനും പറ്റില്ല. ബട്ട് വാലി ഏരിയ എപ്പോഴും ചെറുതായിരുന്നു, ചെറിയ പ്ലേസ് ആയിരുന്നു. അതുകൊണ്ട് മെയ്തികൾ ആവശ്യപ്പെട്ടു, ഞങ്ങൾക്ക് ST പദവി വേണമെന്ന്. ST പദവി എന്ന് വെച്ചാൽ ഷെഡ്യൂൾ ട്രൈബൽ എന്നായിരുന്നു. അത് കേട്ട് കൂക്കികൾ ഭയപ്പെട്ടു. അവർ നമ്മുടെ ഭൂമി തട്ടിയെടുക്കും എന്ന് പറഞ്ഞു. ഇതോടെയാണ് സംഘർഷം തുടങ്ങുന്നത്. ഒരു ചെറിയ പ്രതിഷേധം എങ്ങനെ വലിയ കലാപമായി മാറി. 2023 പ്രതിഷേധം തുടങ്ങുന്നത്. പിന്നീടത് നിയന്ത്രണം വിട്ടു. വീടുകൾ കത്തി, ആളുകൾ മരിച്ചു വീണു, കുടുംബാംഗങ്ങൾ വേർപിരിഞ്ഞു. പിന്നീട് മണിപ്പൂർ 2 ഭാഗമായി പിരിഞ്ഞു. മെയ്തി vs കൂക്കി. ജനങ്ങൾ തമ്മിൽ വിശ്വാസം നഷ്ടപ്പെട്ടു. ഇത് ഒരു ദിവസത്തെ പ്രശ്നമല്ല, ഇത് വർഷങ്ങളായി അടങ്ങിയിരുന്ന കോപമായിരുന്നു. ആ വിഭജനം ഇപ്പോഴും മാറിയിട്ടില്ല. 2026 അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. 2023 തീപിടിച്ച മണിപ്പൂർ 2026 പൂർണ്ണമായി ശാന്തമായിട്ടില്ല.